സിംബാബ്വെ പര്യടനത്തിന് 13 റൺസ് തോൽവിയോടെയാണ് ഇന്ത്യ തുടക്കം കുറിച്ചത്. എന്നാൽ രണ്ടാം മത്സരത്തിൽ 100 റൺസിന്റെ ജയം നേടി ഇന്ത്യ ഫോമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ലോകകപ്പ് കളിച്ച ടീമിലുള്ള ഒരാൾ പോലും ഇല്ലാതെയാണ് ഇന്ത്യ സിംബാബ്വെക്ക് എതിരായ ആദ്യ 2 T20 മത്സരത്തിലും ഇറങ്ങിയത്. എന്നാൽ തോൽവിയോടെ പരമ്പര ആരംഭിക്കേണ്ടി വരുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. കാരണം IPL 2024 തകർത്തടിച്ച യുവതാരങ്ങളായിരുന്നു സിംബാബ്വെയിൽ എത്തിയത്. ആദ്യ 2 മത്സരങ്ങളിലും ഇല്ലാതിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ ടീമിലേക്ക് തിരിച്ചെത്തും എന്നതാണ് മൂന്നാം T20ക്ക് മുമ്പുള്ള സന്തോഷ വാർത്ത. സഞ്ജു ടീമിലെത്തുമ്പോൾ ആരാവും പുറത്താവുക എന്നതിന്റെ സാധ്യതകൾ കൂടി നമുക്കൊന്ന് നോക്കാം. ICC ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ 3 കളിക്കാരെയാണ് സിംബാബ്വെ പര്യടനത്തിൽ BCCI ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ഓൾറൗണ്ടർ ശിവം ദൂബെ എന്നിവരായിരുന്നു അവർ. എന്നാൽ ഈ 3 പേർക്കും പിന്നീട് ആദ്യ 2 മത്സരങ്ങളിൽ നിന്നും BCCI വിശ്രമം അനുവദിച്ചു. അതുകൊണ്ട് സിംബാബ്വെക്കെതിരായ ആദ്യ 2 മത്സരങ്ങളിൽ ഇവർക്ക് കളിക്കാൻ സാധിച്ചില്ല. എന്നാൽ മൂന്നാം T20 മുതൽ ഇവർ സെലക്ഷന് ലഭ്യരാകാൻ പോവുകയാണ്. പ്ലേയിങ് 11ലേക്ക് സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ശിവം ദൂബെ എന്നിവർ എത്തുന്നതോടെ സിംബാബ്വെക്കെതിരായ മൂന്നാം മത്സരം മുതൽ ഇന്ത്യൻ ടീമിന്റെ ശക്തി വർദ്ധിക്കും. ICC 2020 ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ സഞ്ജുവിനും യശസ്വി ജയ്സ്വാളിനും അവസരം ലഭിച്ചില്ല. ശിവം ദൂബെ പ്ലേയിങ് 11ൽ എല്ലാ മത്സരങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കാഴ്ചവെച്ച പ്രകടനത്തിന്റെ അടുത്തെങ്ങും എത്തിയില്ല. ICC 2020 ലോകകപ്പ് നേടിയതോടെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്ന 3ാമത് മലയാളി എന്ന നേട്ടത്തിലേക്കും സഞ്ജു സാംസൺ എത്തിയിരുന്നു. സഞ്ജു പ്ലേയിങ് 11ലേക്ക് എത്തുമ്പോൾ പുറത്തിരിക്കേണ്ടി വരിക ധ്രുവ് ജൂറലാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ജൂറലായിരുന്നു സിംബാബ്വെക്കെതിരായ ആദ്യ 2 മത്സരങ്ങളിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് എത്തിയത്. ആദ്യ T20യിൽ 14 റൺസ് നേരിട്ട ജൂറലിന് വെറും 6 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. സഞ്ജുവിന്റെ അഭാവത്തിൽ ധ്രുവ് ജൂറൽ ആദ്യ 2020യിൽ തകർത്തടിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ സിംബാബ്വെ ബൗളിംഗിൽ ഇന്ത്യ തകർന്നടിയുകയായിരുന്നു. 116 റൺസ് മാത്രമായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ 19.5 ഓവറിൽ ഇന്ത്യ 102ന് പുറത്തായി. ഇതുപോലെ ഒരു സിംബാബ്വെ പര്യടനത്തിലൂടെയായിരുന്നു സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനായി അരങ്ങേറിയത്. 2015 ജൂലൈ 19 അരങ്ങേറിയ സിംബാബ്വെക്കെതിരായ മത്സരത്തിലൂടെ 2020യിൽ അരങ്ങേറിയ സഞ്ജു പിന്നീട് 24 മത്സരങ്ങളിൽ കൂടി ദേശീയ ജേഴ്സി അണിഞ്ഞു. 25 2020യിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 374 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. ശരാശരി 18.7ഉം സ്ട്രൈക്ക് റേറ്റ് 133.09ഉമാണ്. 14 ക്യാച്ചും 4 സ്റ്റംപിങ്ങും സഞ്ജു നടത്തിയിട്ടുണ്ട്.